ഓക്കെ, ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ചുപേര് വരട്ടെ, വന്നിട്ട് സംസാരിച്ചു തുടങ്ങാല്ലേ. അച്ഛനമ്മക്ക് എന്ത് ചെയ്യാനായിരുന്നു? അല്ല അത് ഹായ് 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 അനിമോൻ, ഹായ് 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 ഹായ്. എല്ലാവർക്കും നമസ്കാരം. ഒന്നുമില്ല, സാധാരണ എൻ്റെ എല്ലാ ഇൻസ്റ്റാഗ്രാം ലൈവിലൊക്കെ ഞാനാണ് വരുന്നത്. അപ്പോൾ കുറേ പേരുടെ നിർബന്ധ പ്രകാരം, കുറേ പേരുടെ ആവശ്യപ്രകാരം ഒന്നിച്ചു വന്ന് ലൈവിൽ വരാമെന്ന് വിചാരിച്ചു. കുറേ പേരുടെ ചോദ്യത്തിന് ഒരു ചെറിയൊരു ഉത്തരം എന്ന പോലെ സന്തോഷം. വേറൊന്നുമില്ല, കുറച്ച് നാളായി ഒറ്റയ്ക്കല്ലേ വരണം. അപ്പം രണ്ടുപേരും കൂടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിച്ചു ലൈവിൽ വന്നിട്ട്. സുഖമാണോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് സ്റ്റോറി ആണോ? ബിഗ് ബോസ് റിലേറ്റഡ് സംഭവങ്ങളൊന്നും ഇല്ല. ബിഗ് ബോസും കഴിഞ്ഞ സെറ്റും പൊളിച്ച് എന്റെ പൊന്ന് ആരാ തയ്ച്ചത്? അനീഷ്, അങ്ങനെ ആരാണ്? അനീഷ് നൂറ ആദില എപ്പോഴാ വീട്ടിൽ? നൂറ ആദില് ഭയങ്കര തിരക്കാണ് മക്കളെ വീട്ടില്. അവര് വരാമെന്ന് പറഞ്ഞല്ലാതെ ഇവരും വരുന്നില്ല. സുഖല്ലേ? ഹായ്, വീഡിയോസ് പാത്ത് ഇരിക്കുന്നില്ല. ഹായ് 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 ചേട്ടാ, ബിഗ് ഫാൻ, താങ്ക് യു. ആദ്യം നമുക്ക് കുറച്ചൊരു ആൻസർ കൊടുക്കാം. അപ്പാൻ്റെ ഈ പോലെയുള്ള ക്യാരക്ടർ ഇനിയും വേണം, ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പാൻ്റെ ഈ പോലത്തെ അല്ല, അതിനും വലിയ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ നിങ്ങൾക്കിടയിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. ഹായ് അപ്പാനി. ഇതോ ഹായ് ഹായ് ഹായ്. ബിഗ് ബോസ് ആണെങ്കിൽ പോവാനാ? ബിഗ് ബോസ് ഒന്നുമല്ല ബ്രോ. അളിയാണ് സുഖമാണോ? TVMലോട്ട് ഇറങ്ങുന്നുണ്ടോ? യെസ്, ഉറപ്പായിട്ടും തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. ഹായ് 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 പറയൂ ബ്രോ. ഹായ് ആശിഷ്, ഹായ് ഹായ് ഹായ്. ചേച്ചി ടേക്ക് കെയർ. നമുക്കാണ് ബി പോസിറ്റീവ് എന്ന് പറഞ്ഞ ഇൻസ്റ്റ ഐ ഡി. പിന്നെ നമ്മുടെ അവിനാഷ് എഡിറ്റർ ഹായ് വന്നത്. ഹായ് ഹായ് ഹായ്. ജിജിൻ കൃഷ്ണ നമ്പർ തരുമോ? ബ്രോ ഓൾറെഡി നമ്പർ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും, എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും നമ്പർ ഇപ്പം എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇപ്പം അത് പറയാനാണ്, വേറെ ഒന്നുമില്ല. ഇപ്പം കഴിഞ്ഞതായ കുറേ ദിവസങ്ങളിലായിട്ട് കുറേ അധികം ലിഗേഷൻസും കുറേ അധികം ആരോപണങ്ങളൊക്കെ എൻ്റെ പേരിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ അധികം കമൻറ്റുകളും അല്ലെങ്കിൽ കുറേ അധികം മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. വളരെ മോശമായിട്ടും സ്നേഹത്തോടും കൂടി ദേഷ്യത്തോടു കൂടിയൊക്കെ വരുന്നുണ്ട്. അത് എനിക്കല്ല വരുന്നത്, രേഷ്മയ്ക്കാണ് ഈ കമൻ്റൊക്കെ വരുന്നത്. അപ്പോൾ ഈ കമൻറ്റുകൾ ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്തു. നമുക്കെതിരെ വരുന്ന ഓരോ കമൻറ്റുകളെ കുറിച്ച് നമ്മളൊന്നും പഠിക്കുമല്ലോ. കമൻറ്റുകൾ ഏറെക്കുറെ വായിക്കാറില്ലായിരുന്നു. പിന്നെ സഹി കെട്ടപ്പോൾ ഓരോന്നിട്ട് വായിച്ചു തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കിയത് ഈ കമൻറ്റുകളൊക്കെ ഒരു ഫേക്ക് ഐഡിയകൾ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ കമൻറ്റുകൾ വരുന്നത്. മുഖം പ്രദർശിപ്പിക്കാൻ താല്പര്യമില്ലാത്ത. അപ്പം ഞാനിപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ബിഗ് ബോസിൽ പോയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഫാമിലി ആയിട്ട് അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. അപ്പോൾ അതിനിടയിൽ വീണ്ടും ഈ പറയുന്ന പോലെ കമൻറ്റുകളും മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പടച്ചു വിടുന്നവരോട് എനിക്ക് കുറച്ച് കാര്യം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഞങ്ങളൊക്കെ അതൊക്കെ ആ സെൻസിൽ എടുക്കുന്നുണ്ട്. ഈ ചെവിയുടെ കുട്ടി, ഈ ചെവിയുടെ കളഞ്ഞു, അത്രേ ഉള്ളൂ. കുറച്ച് വിഷമങ്ങളുണ്ടായി. പക്ഷെ ആ വിഷമങ്ങൾക്ക് അതീതമായിട്ട് ഞങ്ങൾ അതിനെ ലീഗലി തന്നെ നേരിടാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ പേരിൽ ആരോടും ദേഷ്യവും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. പൊതുവേ ബിഗ് ബോസിലുള്ള ആൾക്കാരുടെ അടുത്ത് ഒരു ദേഷ്യമില്ല. കാര്യം അതവിടെ ഒരു ഗെയിമായിരുന്നു, അതൊരു ഷോയുടെ ഭാഗമായിട്ട് പോയി. അത് കഴിഞ്ഞു ഉള്ള കാശും മനസ്സിൽ ഞാനും വന്നു. ഞാൻ അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി വരാൻ പോകുന്നു. ഞങ്ങൾ അത് വെയിറ്റ് ചെയ്ത് സന്തോഷപൂർവ്വം ഇരിക്കുകയാണ്. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ രേഷ്മയ്ക്ക് പറയാനുണ്ട്. അത് പറഞ്ഞാലും, കാരണം നീ എൻ്റെ അടുത്ത് എപ്പോഴും പറയുക, ചേട്ടൻ ബിഗ് ബോസിൽ പോകണമെങ്കിൽ പോയിക്കോ, എന്തിനാണ് ഇവന്മാർ എൻ്റെ മൊബൈലിലോട്ട് മെസ്സേജ് ചെയ്യുന്നത്, എനിക്കിത് എന്തിനാണ് സംസാരിക്കുന്നത് എന്ന് കുറേ എൻ്റെ വൈഫ് എപ്പോഴും പറയും. അതുകൊണ്ട് അതിനെക്കുറിച്ച് രേഷ്മ സംസാരിക്കും. പറഞ്ഞു എങ്ങനെ തുടങ്ങുന്ന വെച്ചാൽ, ആദ്യമായിട്ട് ലൈവ് വരുന്നതിന്റെ ഒരു സാധനമുണ്ട്. ഇവന്മാരൊക്കെ ബ്രോ എൻ്റെ പേര് പറഞ്ഞു. അല്ല, ഇതൊക്കെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ. അത് ഒരാൾ പോലും നമ്മളത് വളരെ മോശമായിട്ടൊരു കമന്റ് അത്രേ ഉള്ളൂ. പറഞ്ഞോ, എന്തൊക്കെയോ പറയാണ്ടെന്നല്ലേ പറഞ്ഞു എന്നോട്. ഇപ്പൊ എന്നിട്ട് ലൈവ് വരാൻ പറഞ്ഞത് ഇവിടെയാണ്. എന്നിട്ടാണ് പറഞ്ഞു. രഞ്ജിത്ത് അറിയാമോ? ഹായ് മാമ ഉണ്ണി, ഹായ് 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 ഹായ്. അതുനൂറ, ഹായ് 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 ഹായ്. എനിക്ക് ഇത്രയും പറയാം.
പറയാനായിട്ട് എന്റെ അക്കൗണ്ട് ഇപ്പോഴത്തെ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞത് ആകെപ്പാടെ 600 ഫോളോവേഴ്സും കണ്ടേ ഉള്ളൂ. കൊറേ സാധനങ്ങൾ വന്നോണ്ടിരിക്കുക, മെസ്സേജുകള്, പേഴ്സണൽ മെസ്സേജുകള്. എന്താ മെസ്സേജ് ചാവാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു സിറ്റുവേഷൻ ഒന്നും എന്റെ കുടുംബജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ കുടുംബക്കാരോട് ആലോചിച്ചിട്ട് ചാവുമ്പോ വേണ്ട ഞങ്ങൾ തീരുമാനിച്ചോളാം. പിന്നെ നാണമില്ലേ, എനിക്ക് നാണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകിച്ച് ഈ പറഞ്ഞ ബിഗ് ബോസിലൊന്നും പോയിട്ടൊന്നുമില്ല. എന്നെ ഈ പറഞ്ഞ പോലെ ശരത്തേട്ടന്റെ വൈഫാണെന്നും പറഞ്ഞിട്ടും ഞാൻ എവിടെയും പോയി അങ്ങനെ നിന്നിട്ടില്ല. എന്തായാലും കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരും കാരണം എന്റെ ഈ മുഖം 4 പേരും കൂടി ഒന്ന് അറിഞ്ഞു. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ മെസ്സേജിന്റെ കാര്യം, എവിടെയോ ഇരുന്ന് എന്തോ ഒരു സാധനം കിട്ടി ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ കണ്ടു. അപ്പൊ എനിക്ക് അത്ര പറയാനുള്ളൂ, എവിടെയോ ഇരുന്നു ഏതോ ഒരു മൊബൈൽ ഓൺ ചെയ്ത് കട്ടൻ പുറകെ വലിച്ചിട്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് എന്തോ ചെയ്തെന്നും പറഞ്ഞ് തകരുന്ന ഒരു കുടുംബജീവിതം അല്ല എന്റേത്. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയത്തില്ല, അങ്ങനെ താർക്കാൻ പറ്റിയിട്ടുണ്ടോ ഇല്ലയോ അതും എനിക്കറിയത്തില്ല, അന്വേഷിക്കാൻ പോയിട്ടില്ല. എന്തായാലും അങ്ങനെയുള്ള കുറച്ച് ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഞങ്ങൾ കാരണം 10 രൂപയുടെ ഉപകാരം ഉണ്ടായെന്ന് ഞങ്ങൾ അറിഞ്ഞു. നിങ്ങൾ ആ പൈസ വാങ്ങിച്ച് കഴിക്കുകയോ കുടിക്കുകയോ പാർട്ടി നടത്തുകയോ എന്താ വെച്ചാൽ ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ, കാരണം ഞങ്ങൾ കാരണം ഒരു ഉപകാരം ഉണ്ടായല്ലോ, അത്രേ ഉള്ളൂ. ഇല്ല, ഞാനതൊക്കെ ഒരു പാർട്ട് ഓഫ് ജോബായിട്ടേ കാണുന്നുള്ളൂ. കാര്യം അവരുടെ ജോലി അത് ചെയ്തു, അത്രേ ഉള്ളൂ. അതൊന്നും എന്ത് പണ്ടത്തുള്ള പഴഞ്ചൊല്ലുള്ള നമ്മൾ മാങ്ങുള്ള മരത്തിലല്ലേ കല്ലറിയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ അത് അവരുടെ ജോലി ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഈ പണിയെടുക്കുന്നവരുടെ ആണെങ്കിലും അവരുടെ അടുത്തൊന്നും പ്രത്യേകിച്ച് എനിക്കൊന്നും തന്നെ പറയാനില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, നമ്മളെ രണ്ടുപേരെയും സ്നേഹിക്കുന്ന കുറേ അധികം പ്രേക്ഷകരുണ്ട്. കാര്യം എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2016 അങ്കമാലി കഴിഞ്ഞ് 2017 ഞാൻ നമ്മുടെ വിവാഹം നടക്കുന്നത്. അറിയാമല്ലോ, തിരുവനന്തപുരം ജില്ലയിൽ ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചാണ് കല്യാണം കഴിക്കുന്നത്. അന്ന് തൊട്ടത് 8 കൊല്ലമായി. 8 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ പല പ്രതിസന്ധികളിലൂടെ, ജീവിതത്തിലുള്ള ഒരുപാട് വലിയ പ്രതിസന്ധികളിലൂടെ, മോശപ്പെട്ട പ്രതിസന്ധികളിലൂടെയും സന്തോഷമുള്ള എല്ലാ പ്രതിസന്ധികളിലൂടെയും ഞങ്ങൾ രണ്ടുപേരും കടന്നുപോയി. ഇപ്പം എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ 2 മക്കളും പിന്നെ എൻ്റെ ഒരു പുതിയ കുഞ്ഞ് വരാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഞാൻ അതിലൊന്നും കൂട്ടി വായിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മറുപടി കൊടുക്കാനോ ഒന്നുമല്ല. എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത് വേറെ ഒന്നുമല്ല. ദൈവം ഇത് ഒരു ഷോയ്ക്ക് പോയി ആ ഷോ കഴിഞ്ഞു. ഞാൻ അതിനുശേഷം ഞാനൊരു ഇന്റർവ്യൂവിലും പോയിട്ട് മറ്റുള്ളവരെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുകയോ ഒന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബം മെച്ചപ്പെടുത്താനായിട്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോയത്. ബിഗ് ബോസിൽ പോയപ്പോൾ എനിക്ക് കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല, കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ സുഹൃത്ത് ബന്ധത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നതും സംസാരിക്കുന്നതെല്ലാം. പക്ഷെ ഒരാളെ കുറിച്ച് നമുക്ക് ആരോപണങ്ങൾ ചെയ്യാം, നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, എല്ലാം ചെയ്തു. പക്ഷെ എനിക്കൊന്ന് മാത്രമേ ഉള്ളൂ, വീട്ടിലിരിക്കുന്ന ആൾക്കാരെ ഫോണിലോട്ട് മെസ്സേജ് അയക്കുക, അതും ഫേക്ക് ഐ ഡി ഉണ്ടാക്കുക, ഒരേ നമ്പർ, ഒറ്റ നമ്പർ വെച്ചിട്ട് 6, 7, 5, 10 നമ്പർ ഇൻസ്റ്റാഗ്രാമുകൾ ഉണ്ടാക്കുക, അതിനുശേഷം മോശം കമന്റുകൾ ഉണ്ടാക്കിയെടുക്കുക. PR-മാരുടെ പണികളാണ് ഇതെല്ലാം. പക്ഷെ എന്നാൽ അവർ കാശ് വാങ്ങിച്ച് ചെയ്യണമല്ലേ, ചെയ്തോട്ടെ. പക്ഷെ ഇത് ഷോ കഴിഞ്ഞു. ഇനി എനിക്ക് ഏറ്റവും എടുത്ത് പറയുന്നത്, ഷോ കഴിഞ്ഞു, നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വീണ്ടും നമ്മളെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്കെതിരെ നമ്മളുടെ സമാധാനം കളയാനായിട്ട്, നമ്മളുടെ സന്തോഷം കളയാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ അവരോടൊന്നും അതെ വീണ്ടും നെറ്റ് ചെറിയൊരു ഇതുണ്ട്, നെഗറ്റീവും ഒക്കെ വേണം. മനുഷ്യനെ സംബന്ധിച്ചതെല്ലാം ഉണ്ടല്ലോ, എല്ലായ്പ്പോഴും നല്ലത് മാത്രം പറയിപ്പിക്കാൻ പറ്റൂലല്ലോ. നമുക്ക് ഒരു ജീവിതമല്ല. അപ്പം അത് പല ആൾക്കാരും പറയും. അതൊന്നും ഇതൊക്കെ പേഴ്സണലായിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് വിഷമം വരുന്ന അവസ്ഥയിലേക്ക്, അതായത് 1% പോലും ശരിയല്ലാത്ത കാര്യങ്ങൾ വളച്ചൊടിക്കുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാവണം. എനിക്കിതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല. അതെ, ഈ ഇരിക്കുന്ന ആൾക്ക് അത് ഫോണിലോട്ട് അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നു. രശ്മിയുടെ ഫോണിലോട്ട് രാവും പകലും എന്നോട് എന്തോ ഇത്രയും കെയറിങ് അല്ലേ, നിനക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്ത കുറെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇത്രയും കെയറും സ്നേഹവും ഉണ്ടെന്ന് അറിഞ്ഞില്ല. ചേട്ടാ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ,
അത് ഏത് ചേട്ടനാ ചേച്ചിയാന്ന് കൃത്യമായിട്ട് അവർക്ക് കമന്റ് ആരെയും ഞാൻ ഇപ്പോഴും ഞാൻ പോകാൻ പറഞ്ഞു താല്പര്യമില്ല. ഞാൻ പറഞ്ഞു 2 ദിവസം മുമ്പ് തന്നെ എന്നെ കുറിച്ച് എനിക്കെതിരെ വന്ന എലിഗേഷനെ കുറിച്ചോ ആ വീഡിയോ ഇട്ട ആൾക്കാരെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഞാൻ പറയട്ടെ, അതൊക്കെ വളരെ പാർട്ട് ഓഫ് ജോബ്. അത് അവർ ചെയ്യുന്നതിൽ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എനിക്കത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടും ഇടയ്ക്കിടെ കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. യെസ്, ഗെയിം ഇസ് വാസ് ഓവർ, ബട്ട് ഓഡിയൻസിലേക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഐ വിൽ ഹാപ്പി വിത്ത് ഫാമിലി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിപ്രായം. ഹായ് 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 ഹായ്. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയുന്നത് ഈ ട്രോളുകളെ കുറിച്ച്. ഈ ട്രോളുകളും അല്ല ഇതൊക്കെ ഞാൻ ആസ്വദിക്കുന്ന ഒരാളാണ്. കാര്യം ഞാൻ ഒരു ബിഗ് ബോസ് മാത്രമല്ലോ, ഞാൻ കഴിഞ്ഞ 8 കൊല്ലമായിട്ട് സിനിമയിലൂടെ നിങ്ങൾക്കിടയിലുള്ള ആളാണ്. ഞാൻ ഈ ട്രോളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. എനിക്ക് ഇത്ര മാത്രമേ പറയൂ. ഞാൻ ബിഗ് ബോസ് വീടിനുള്ളിൽ വെച്ചിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ പ്രതികരിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ പറയുമ്പോഴാണ്. ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരുത്തരാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എനിക്കെതിരെ എന്ത് ആരോപണം വന്നാലും ഞാനത് ഫേസ് ചെയ്യാൻ തയ്യാറുള്ള ഒരാളാണ്. എൻ്റെ കുടുംബം എന്നോടൊപ്പം ഉണ്ടാവുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷേ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ മൊബൈലിലേക്ക് മെസ്സേജ് അയക്കുക, അവരെ ടോർച്ചർ ചെയ്യുന്ന രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഈ വിഷയങ്ങളിലേക്ക് വലിച്ചടിച്ചിടുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി വിഷമമുള്ള കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഞാനും എൻ്റെ ഭാര്യയും ഒരുമിച്ച് ഇങ്ങനെ ലൈവ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോരുത്തരോടും ഇത്രയും നേരം സംസാരിക്കാനായിട്ട്. കാര്യം ഇപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഡിയൻസിനോട് തുറന്ന് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലൊരു സന്തോഷവും സമാധാനവും വരുന്നത്. അപ്പം വേറെ ഒന്നുമില്ല. ഞങ്ങളിതാ ഹാപ്പി ആയിട്ടുണ്ട്. ഇതാപ്പാ ഇതെൻ്റെ മോൾ തീയാമ്മ കുട്ടി കുട്ടപ്പായി. യെസ്, ഇനി പറയാം. നിങ്ങൾ ഡിവോഴ്സ്ഡ് അല്ല. ഇത് ബിൻസി എന്താ ചെയ്യുന്നത്? ബിൻസി സ്റ്റെപ്പാണെന്ന്. സ്റ്റെപ്പല്ലടാ, പഠിക്കട്ട്. 18ാം പടി. എന്തെങ്കിലും ഉണ്ടല്ലോ. സുഖമാണോ? സുഖാണ് സുഖാണ് സുഖാണ്. അതൊന്നും നമുക്ക് അവരെ വിഷയം സംസാരിക്കണ്ട. ഓക്കെ, വീണ്ടും നമുക്കിങ്ങനെ കമന്റ് ഒക്കെ വരുന്നുണ്ട്. തെറി കമന്റുകളും അല്ലെങ്കിൽ കൂടുതൽ നല്ല സ്നേഹത്തോടുള്ള കമന്റ്സ് ഒക്കെ തന്നെയാണ് വരുന്നത്. സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഇതാണ് എൻ്റെ ലോകം. ഇവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. സോ അത് ഹാപ്പി ആയിട്ട് എന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവും. ഞാൻ ശബ്ദത്തിനിടയ്ക്ക് ലൈവ് വരാൻ പറഞ്ഞത്, ഞങ്ങളെ സ്നേഹിക്കുന്ന കുറച്ച് പേർക്ക് ഈ സാധനങ്ങൾ കാണുമ്പോൾ ഇനി ഞങ്ങൾ തമ്മിൽ പ്രശ്നമാണോ, ഞങ്ങളും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട് എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. സുബിൻ പോലെ ഹാപ്പിയായി ജീവിക്കും ബ്രോ. താങ്ക് യു. ശിവകുമാർ ശിവകുമാർ അക്ബർ ചേട്ടനുമായി കാണാനുണ്ടോ? അക്ബറുമായിട്ടൊക്കെ കാണാറുണ്ട്. പിന്നെ ആ വീഡിയോ ഇപ്പോൾ ഉള്ളതാണ് ബ്രോ. അത് എനിക്ക് തോന്നുന്നു ഇപ്പം എനിക്ക് അവരെ മറ്റേ 2 ദിവസം മുമ്പ് ഇറങ്ങിയ വീഡിയോ കുറിച്ച് അത് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് കഴിഞ്ഞ് നമ്മളെ ഒരു ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് പാക്കപ്പ് പാർട്ടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മളൊരുമിച്ചാണ് പോയത്. ഇതൊന്നും അത്ര വലിയ സംഭവമായിട്ട് ഞാനെടുത്ത്. ഫാമിലിയാണ് ബ്രോ. എന്നെ അറിയാവോ? ശിവകുമാർ ഇരിക്കുന്നു. അറിയാമോ? ഹായ് ശിവകുമാർ ബ്രോ. ദേവനന്ദ ആയിരുന്നില്ലേ നമ്മുടെ എൻ്റെ സിനിമയിലും കൂടെ എൻ്റെ മകളായിട്ട് അഭിനയിച്ച്? ദേവനന്ദ കുറച്ച് നീ ഇന്ന് കാണാൻ അകത്ത് കയറിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നോക്ക് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. അവർ ഹാപ്പി ആയിട്ടാണോ ജീവിക്കുന്നത്? അതിലെന്താണ് അവർക്ക് പ്രശ്നം? ഇത്രയും കോംപ്ലിക്കേഷൻ പറയുന്നവർ പറയട്ടെ. നമുക്കും പറ്റൂലേ ഇതേപോലെ ഒരു മൊബൈൽ ഓൺ ചെയ്ത് നമുക്ക് തോന്നിയത് വിളിച്ച് പറയാൻ? അതൊക്കെ പറയട്ടെ. അത് നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്, ഇല്ലെന്ന് പറയരുത്. നല്ലത് പറയുന്ന ആൾക്കാരുണ്ട്, മോശം പറയുന്ന ആൾക്കാർ മോശം പറയുന്നത് ജീവിക്കട്ടെ. നല്ലത് പറയുന്ന ആൾക്കാർ നല്ലത് പറഞ്ഞ് ജീവിക്കട്ടെ. അത്രേ ഉള്ളൂ. രണ്ടുപേരും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണിത്. ബ്രോ യൂട്യൂബ് ചാനൽ തുടർന്ന് ബ്രോ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. യൂട്യൂബ് ചാനൽ അല്ല യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാനായിരിക്കില്ല, മക്കളുടെ ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു സൈഡിൽ നിന്ന് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അറിയാമല്ലോ നമ്മുടെ മേഖല സിനിമയാണ്, അഭിനയമാണ്. അതാണല്ലോ നമ്മുടെ ലക്ഷ്യവും നമ്മുടെ സ്വപ്നമൊക്കെ. അപ്പോൾ അതിൻ്റെ പുറകെ പോകും ഉറപ്പായിട്ടും. അപ്പോൾ നല്ലൊരു സിനിമ ഇറങ്ങാനുണ്ട്. അപ്പോൾ ആ സിനിമ ഇറങ്ങുന്ന വരെയുള്ളൊരു വെയിറ്റിംഗ്. ആ സിനിമ ഇറങ്ങുമ്പോഴും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും എന്താ ചെയ്യുന്നത്?
ആ സിനിമ ഇറങ്ങുമ്പം ആ സിനിമയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതിനില്ലാത്തതിനപ്പുറം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ എല്ലാ ജീവിതത്തിലുണ്ടായ ഓരോ പ്രതിസന്ധികളിലും എന്നോടൊപ്പം നിന്നവരാണ് എൻ്റെ പ്രേക്ഷകർ. കാര്യം എനിക്ക് തോന്നുന്നു രേഷ്മ ആദ്യ ഡെലിവറി പ്രഗ്നൻറ്റ് സമയത്താണ് നമ്മുടെ നാട്ടിൽ ഫ്ലഡ് വരുന്നത്. ആ ഫ്ലഡ് സമയത്ത് ഞാൻ ചെന്നൈയിലായിരിക്കുമ്പം ഇവിടെ ആലപ്പുഴ ഭാഗത്താണ്. അപ്പം അത് വലിയ പ്രതിസന്ധികളിൽ പോയപ്പോൾ ഞാനിതുപോലൊരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ട് എൻ്റെ ഇമോഷൻ നിങ്ങളെല്ലാവരും കണ്ടതാണ്. അന്ന് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ, ഒത്തിരി ആൾക്കാർ നിന്നിട്ടാണ് അന്ന് എനിക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഞാൻ കണ്ടതാണ്. അതിനുശേഷവും പല വിഷയങ്ങൾക്കും നിങ്ങൾ ഓരോരുത്തരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആ സ്നേഹവും പ്രാർത്ഥനയൊക്കെ എൻ്റെ കുടുംബത്തിനോടൊപ്പം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന ഉറപ്പായുള്ള വിശ്വാസം എനിക്കുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. സോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ചു, ചേച്ചി ചേട്ടാ എവിടെയാണ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നിങ്ങൾ ഒരുമിച്ചൊന്ന് വരാൻ പറ്റൂ ലൈവിൽ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു ലൈവ് വന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരെയും കാണാനും സംസാരിക്കാനൊക്കെ എനിക്ക് സാധിച്ചു. വലിയ സന്തോഷം. ചേച്ചി എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. അപ്പം ഞാൻ വീണ്ടും പറയണം, നിങ്ങൾ ഞാനിടുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ഇടാം, എന്ന് തോന്നിച്ചിടാം. പക്ഷേ എനിക്കിത് അറിയാൻ പറ്റുന്നുണ്ട്, ഇതാരാണ് കമൻറ്റ് ഇടുന്നത്, ആരെക്കൊണ്ടാണ് ഈ കമൻറ്റ് ഇടിപ്പിക്കുന്നത്, ഇതെങ്ങനെയാണ് കമൻറ്റ് വരുന്നത് എന്നൊക്കെ എനിക്ക് വൃത്തിയായിട്ട് അറിയാം. ഞാൻ അങ്ങോട്ട് ഇറങ്ങി പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സമയം കണ്ടോളൂ എനിക്കറിയാം. പക്ഷേ എനിക്ക് അതിനുള്ള സമയമില്ല, വേറെ കുറേ പരിപാടികളുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും വലിയ വിഷയങ്ങളായിട്ട് നിങ്ങൾ ആരും എടുക്കണ്ട. ബിഗ് ബോസൊക്കെ കഴിഞ്ഞു, പ്രൈസ് കിട്ടാനുള്ള ആൾക്കാർക്ക് പ്രൈസും കിട്ടി, ബാക്കിയുള്ള ആൾക്കാർ അവരവരുടെ മേഖലകളിൽ സജീവമായി സന്തോഷമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കണ്ടസ്റ്റൻസുകളും അവരവരുടെ മേഖലയിൽ അവരവരുടെ സന്തോഷത്തോടു കൂടി പോവുകയാണ്, ഈ പറഞ്ഞ ഞാൻ. അപ്പോൾ അതിൽ തടസ്സം നിൽക്കാതിരിക്കുക, ഒരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് മറ്റൊരാളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കാതിരിക്കുക, സത്യസന്ധമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എല്ലായ്പ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ആരെയും കരിവാരി തേച്ചിട്ട് നമ്മുടെ വീട്ടിൽ കഞ്ഞി മേടിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതിൽ കുറച്ചെങ്കിലും ഒരു സത്യസന്ധമുള്ള കാര്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ എല്ലായ്പ്പോഴും ഇമോഷൻസ് എല്ലായ്പ്പോഴും എല്ലാവർക്കും ഉള്ളതാണ്, ദേഷ്യവും സങ്കടവും സന്തോഷവും എല്ലാവർക്കും ഉള്ളതാണ്. അതാരും മറക്കാതിരിക്കുക. ഞാൻ നിങ്ങളെ ഓരോരുത്തരോടും അറിയാം, ഞാൻ വളരെ ജെന്യുവിനായിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും വളരെ ജെന്യുവിനായിട്ട് നിങ്ങൾക്ക് ഇടയിൽ ഇറങ്ങി വരുന്നൊരു നടനാണ്, അല്ലെങ്കിൽ ഒരു കലാകാരനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൈര്യവും ഇങ്ങനൊരു വിഷയങ്ങളും കാര്യങ്ങളും സംസാരങ്ങളൊക്കെ നടക്കുമ്പോഴും ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ലൈവിൽ വന്നിരുന്ന് കുറച്ച് നേരം നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. കുറച്ച് പേരെങ്കിലും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഈ വീഡിയോയിലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ഞങ്ങൾ സന്തോഷമായി മറുപടി തരാൻ ആഗ്രഹിക്കുന്നു, അത്രയേ ഉള്ളൂ. കുറേ പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, നിന്നോടൊരു ഹായ് ഒക്കെ ചോദിക്കുന്നുണ്ട്. ഹായ് 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 അല്ല കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലോ. ചേച്ചി എന്താ ബിൻസിക്ക് സുഖമാണോ എന്ന് വിചാരിച്ചു. അത് പിന്നെ എനിക്കറിയത്തില്ല, ആയിരിക്കും സുഖക്കേട് വരേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചേച്ചി ഹായ് പറയാമോ? നെക്സ്റ്റ് മൂവി ഏതാ? ശരത്തേട്ടാ അനുചേച്ചിയെ കോണ്ടാക്ട് ചെയ്തിയോ? അപ്പാനി ചേട്ടാ ലോ. നെക്സ്റ്റ് മൂവി ഏതാ? നെക്സ്റ്റ് മൂവി അനന്തൻ കാട് എന്ന് പറയുന്ന സിനിമ. ചേച്ചി ഒരു ഹായ് പറയുമ്പോൾ ഫർസാനിക്ക് ഹായ് കൊടുക്കും. സിനി ഫയലിൻ്റെ നെക്സ്റ്റ് മൂവി ഏതാ? നെക്സ്റ്റ് മൂവി അനന്തൻ കാട് നെക്സ്റ്റ് മന്ത് റിലീസ് എന്നാണ് പറയുന്നത്. സോ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഹലോ 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 കൈലാസ് എന്തോ ചോദിക്കുന്നുണ്ട്. ബ്രോ ഇഗ്നോർ ദി ഹാറ്റ് ഫോർവേഡ് ലവ് യുവർ വർക്ക് ഫിലിംസ് ഹോപ്പ് താങ്ക് യു ബ്രോ. ചേട്ടാ ഒന്ന് മൈൻഡ് ചെയ്യ്. ഹായ് ആൻസി കൊടുത്തു തോട്ട ഇടട്ടെ. ശ്യാം 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 ഒരു ഹായ് പറയാമോ? ഒന്ന് മൈ ഡാർലിംഗ് 44 ഹായ് 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 പറ. ഹായ് ശിവ, നിങ്ങളെ മൊമെന്റ്സൊക്കെ നമ്മളൊക്കെ കാണുമല്ലോ. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പാനി ചേട്ടാ. താങ്ക് യു മോനെ, താങ്ക് യു സോ മച്ച്. അൻസിൽ ഹായ് ഹായ് അൻസിൽ. മുഹമ്മദ് ബിഗ് ഫാൻ ഹായ്. താങ്ക് യു മുഹമ്മദ്. താങ്ക് യു മുഹമ്മദ്. ഹായ്. ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ, ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. എല്ലാവർക്കും മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് ഞങ്ങളുടെ ഒരു തിയേറ്റർ ഓഫീസാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇവിടെ ഇരുന്നിട്ട് ലൈവ് വരാമെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. സന്തോഷം. കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ നമ്മളെ സ്നേഹിക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ മനസ്സിലാക്കാനൊക്കെ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ. മറ്റുള്ളവരോടുള്ള ദേഷ്യവും അല്ലെങ്കിൽ മറ്റുള്ളവർ വേറെ ആൾക്കാരോടുള്ള ദേഷ്യമൊക്കെ നമ്മളെയൊന്നും വലിച്ചഴിക്കാതിരിക്കാൻ ശ്രമിക്കും. നമ്മൾ എങ്ങനെയെങ്കിലും
ഈ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടൊരു തൊഴിൽ ജീവിച്ചു, ഇഷ്ടപ്പെട്ടൊരു മേഖലയിലെത്തി, വളരെ സ്ട്രഗിൾ ചെയ്ത് ഇഷ്ടപ്പെട്ടൊരു മേഖലയിൽ നിന്ന് നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കുമ്പോൾ ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാവും. എല്ലായ്പ്പോഴും താഴ്ചകൾ മാത്രമല്ല ഉയർച്ചകളും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് വീണ് പോകുമ്പം നമ്മൾ മോശക്കാരെന്തൊരു ഒരു പഴഞ്ചൊല്ലുണ്ട്, നമ്മളൊരാളെ വെറുക്കുമ്പം വെറുക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ഇഷ്ടം തോന്നുമ്പോൾ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നൊരു മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം ഞാനെല്ലായ്പ്പോഴും നിങ്ങൾക്കിടയിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും. ആദിക്കിരൺ ഹായ് ആദിക്കിരൺ ഹായ്. അവന് പേര് പറയാ. ചേച്ചി പ്രഗ്നന്റ് ആണോ എന്ന് ചോദിക്കും. പിന്നെ പ്രഗ്നന്റ് ആണ്, 8 മാസമായി. ഫെബ്രുവരിയിൽ ഞങ്ങളുടെ കുഞ്ഞുമാവ് വരും. ഹായ് ഹായ് ഹായ്. ലാസ്റ്റ് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബിഗ് ബോസ് പോയത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാനും പ്രതീക്ഷിച്ചില്ല മോളെ. അപ്പം നീ സുഖമാണോ? ഹായ് സുഖമാണ് ആദി ഹായ് ആദി ഹായ് ആദി. കുറച്ച് പേര് നീ ഇവിടെ വായിക്കും, എന്നാലേ അവർക്കൊരു ഹാപ്പി ആവുള്ളൂ. ഹായ് കാണാൻ വായിക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ 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 വായിച്ചു. ഹൗ ആർ യു ഷാൻജി? ഹായ് 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 ഹായ്. അക്ബർ അപ്പാനി ഒന്നിച്ചുള്ള വീഡിയോ കാണാൻ പറ്റുമോ? അവൻ ഭയങ്കര തിരക്കാണ് മോനെ. All the best for future journey, Appani Chetta. Thank you so much. Thank you, Anu. Thank you. All the best for future journey, Appani Chetta. Thank you, Anu. Altaf, Shajid. Hi, Sriraj. Hi, Riyaz. Hi, Vimala Public School. സഹോദരിക്ക് യെസ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. രേഷ്മ ചേച്ചിന്ന് വിളിക്കുന്നു. ദേവനന്ദ മനസ്സിലായി. നമ്മളെ ഈ സിനിമ ചെയ്തില്ലേ ആതിരപ്പള്ളിയില്? ഹായ് ദേവനന്ദ മോളെ. ഹായ്. എവിടെയാണ് സ്ഥലം? ഞങ്ങൾ എറണാകുളത്തുണ്ട്. ഞങ്ങള് കാക്കനാട് തേവയ്ക്കലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ബ്രോ ഞാനും മെസ്സേജ് അയച്ചു. സുജിൻ എപ്പോൾ റീച്ചുള്ള ടൈമാണ് ബ്രോ, അതുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറഞ്ഞത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഫൺ യൂട്യൂബ് ചാനൽ. ആൾക്കാർ മനഃപൂർവ്വം വിളിക്കുന്നതാണ്. ഹായ് മച്ചു. ഹായ് അഖിലേ. പ്രജീഷ് വർഗീസ്. ഹായ് പ്രജീഷ്. ഹായ്. അക്ബർ വിളി. കുട്ടികൾ എന്തിയെ? അൽന ചോദിക്കുന്നു കുട്ടികൾ എന്തിയാ മോളെ കുഞ്ഞു ചെയ്യാമോ? കുട്ടായി നിങ്ങൾ ആരോ കാണുന്നു. ഹലോ പറയണം. സുഖമാണോ? എല്ലാരും ഫുഡൊക്കെ കഴിച്ചോണ്ടിരിച്ചു. റിയ ഹായ്. ക്യൂട്ട് കപ്പിൾസ് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും ബ്രോ. പെങ്ങളെ നെഗറ്റീവ് ഒക്കെ പോകും. ബി കൂൾ. യെസ്. ഈ പാവപ്പെട്ട ഞങ്ങളെയാണ് ഇവരൊക്കെ വലിച്ചു കീറുന്നത് എങ്ങനെ? ഹായ് വൈഫ് കുട്ടികൾ ഇഷ്ടം. ഹായ്. ഇനിയിപ്പോ മിക്കവാറും ഇതിട്ടിട്ട് ഈ സാധനമൊക്കെ എഡിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് ചെയ്യണത് ചെയ്യട്ടെ. ഈ പറഞ്ഞു എത്ര കാലം വെച്ചിട്ട് ഒന്ന് പിടിച്ചു നോക്കാം. എത്ര കാലം എന്ന് വെച്ചിട്ടാ. സോ എന്തായാലും എല്ലാവരോടത്തും ഒന്നേ പറയാനുള്ളൂ. അല്ല ഹായ് മൈൻഡ് ചെയ്യുന്നുണ്ട്. ചിരിച്ചപ്പോൾ കാണാൻ സൂപ്പറാണോ? താങ്ക് യു. ഇത്രയേ ഉള്ളൂ. എപ്പോഴും വീണ്ടും സന്തോഷം സ്നേഹം മാത്രം. എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ. എല്ലാവരോടും ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് നമുക്ക് കുറേയൊക്കെ നമ്മൾ വരുന്ന കമൻറ്റുകൾക്കൊക്കെ നമ്മൾ മറുപടി ഒന്നും കൊടുക്കാറുണ്ടായിരുന്നില്ല. പിന്നെ തീരെ സഹിയിടുമ്പോഴാണ് പ്രതികരിച്ച് പോകുന്നത്. എനിക്കറിയാം നമ്മൾ സോഷ്യൽ മീഡിയ എത്രത്തോളം വളർന്നു, എത്രത്തോളം അതിൻ്റെ സാധ്യതകൾ മാറി എന്നുള്ളത് നമുക്കറിയാം. എന്ത് കാര്യങ്ങളും എങ്ങനെയാണെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിലൊന്നും വിലക്കെടുക്കുന്നില്ല. ഇതിപ്പം നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളത്. നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒരു ഡയലോഗ് അടിക്ക്. ഇതാണ് തോട്ട, നീ ഇത് കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഒന്ന് മൈൻഡ് ആക്കും. എന്നാ മോളെ. ഹായ്. മിയ. കുഞ്ഞാവ് ഉണ്ടായോ? കുഞ്ഞാവ് വന്നിട്ടില്ല. അതെ കമ്മിങ് സൂൺ. പട ഹിറ്റാണ്. ചേട്ടന്റെ മക്കൾ എവിടെ? കാണിക്കൂ. ഇപ്പൊ വന്നിട്ട് പോയല്ലുള്ളൂ. ഹായ് പറയൂ. ഷാജിദ് ഹായ്. ഹലോ സുഖാണോ ചേച്ചി എന്ന് ചോദിക്കുന്നു. ധനുശ്രീ സുപർണ. ചേട്ടന്റെ ബിഗ് ഫാനാണ് ഞാൻ. അനു. ചേട്ടാ എന്റെ അന്വേഷണം പറയൂ ചേച്ചിയോട്. നീ നേരിട്ട് പറഞ്ഞോടാ അപ്പൂസേ.
നോബിൻ നമ്മുടെ നോബിൻ ദിനിയുടെ ഹസ്ബൻഡ് നോബിൻ ചേട്ടൻ. എവിടെയാണ് രണ്ടുപേരും ഞങ്ങളുടെ ഒരു ഓഫീസാണ്, ഞങ്ങളുടെ ഒരു നാടക കമ്പനിയാണ് ഇതെല്ലാം. ഞങ്ങളുടെ ഒരു തിയേറ്റർ ഓഫീസാണ്. എനിക്ക് ലോക്കൽ ബണ്ടിൽസ് എന്നൊരു തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഓഫീസിലാണ്. ഹായ് ബ്രോ, ഓർമ്മയുണ്ടോന്ന്? ആമി, ഹായ് ആമി. അപ്പാനി ബ്രോ പാവമാണ്, വേറെ അക്ബർ ചെയ്യുന്നതിന് വേറെ ആൾക്കാർ ചെയ്യുന്നതിന് അതെന്താന്ന് വെച്ചാൽ ചേട്ടന് അവർക്കും ജീവിക്കണ്ടേ പറഞ്ഞ പോലെ. ഹായ് ബ്രോ അപ്പാനി, ഹായ് ഹായ്. ഇപ്പൊ നമ്മള് എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര എല്ലാവരും ഹാപ്പി ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. അത്രേ ഉള്ളൂ. എനിക്ക് കൊറേ സാധനങ്ങൾ ഇങ്ങനെ പേഴ്സണലി വന്നപ്പോ ഞാൻ കരുതി എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും. ബോധമുള്ള ആൾക്കാരും ഉണ്ട്, അങ്ങനെ വിചാരിക്കല്ലേ. അതൊന്നുമല്ല, എല്ലാ ആൾക്കാരും ഒരേപോലെ അല്ലല്ലോ. സ്റ്റാർ സിംഗർ ഷോ കാണാൻ എങ്ങനെയുണ്ട്? അടിപൊളിയായിരുന്നു. നിജാസ് മെസ്സേജ്, ഹാപ്പി ടു സീ യു ബോത്ത് ശരത്. നിജാസ്, ഹായ് നിജാസ്. ട്രിവാൻഡ്രത്തുണ്ട്. ഹായ് വീണ്ടും അല്ല കുട്ടപ്പായി ഫാൻസ് അസംബ്ലി. കുട്ടപ്പായി, നിന്റെ ഫാൻസ് വന്നേ. നിന്റെ ഫാൻസ്, നിനക്കാണ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടോ ഇങ്ങനെയൊക്കെയാണെങ്കിൽ. ഒരു യോഗ കളിച്ചേ ശരത്തേട്ടാ, സുഖല്ലേ നീ? ഹായ് ചോദിക്കെന്തേലോ ഞങ്ങൾ പറഞ്ഞ നിന്നെ അന്വേഷിച്ചു ഒരാള്, കുട്ടപ്പായി എന്ത് ചെയ്യുന്നു? തിന്നോന്നല്ല എല്ലാരും തിന്നോ? ആദില നൂറനെ ആഡ് ചെയ്യണം, അവരെങ്ങനെ ചെയ്യും? പക്ഷെ അവർ ഈ സമയത്തൊക്കെ പരിപാടികളിലായിരിക്കും. നമ്മള് വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അങ്കമാ ഡയറീസിലെ ഡയലോഗാ. ശരത്തെ മുത്തേ നിജാസ്, നിജാസേ മുച്ചാനെ എവിടെയുണ്ട്? ഇതൊന്നിടത്തുണ്ടാവും. ഓക്കെ ജിസ, ഇവർ നമ്മുടെ കുട്ടപ്പായി എവിടെയാണ് ബ്രോ? ഇവിടെ എറണാകുളത്തുണ്ട് ബ്രോ, എറണാകുളത്തുണ്ട്. സന്തോഷമായിട്ട് ഓക്കെ. അക്ബറിനെ വേണം നോക്കാം, ശ്രമിച്ചു നോക്കാം. ആരെങ്കിലും കുറെ പേര് അക്സെപ്റ്റ് റിക്വസ്റ്റ് ജോയിൻ ചോദിച്ചിരിക്കുന്നു കേട്ടോ. ഹാപ്പി ഫാമിലി എന്തോ ഗുഡ് ഫാമിലി. ലെനി, ഹായ് ലെനി, ഹായ്. അവർ ചോദിക്കുന്ന മറുപടി കൊടുക്കുക. അവര് നമുക്ക് വേണ്ടിട്ട് നമ്മള് വരുമ്പോ ഓക്കെ അല്ലേ? നമ്മൾ സംസാരിക്കുന്ന കേൾക്കുന്നുണ്ടോ? വോയിസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? കാരണം ചെറിയ നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഹലോ അഞ്ജു, ഹായ് അഞ്ജു, ഹായ്. കേൾക്കുന്നുണ്ടോ സംസാരിക്കുന്നത്? നിന്റെ ഇൻസ്റ്റാഗ്രാം കേൾക്കുന്നുണ്ടല്ലേ? നമ്മള് പറയുന്ന ശബ്ദം വോയിസ് കറക്റ്റ് അല്ലേ? കറക്റ്റായിട്ടാ. സുഖമാണോ? ഹായ്, സുഖമാണ് മോനെ, സുഖമാണ്. ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നു. ഉച്ചയ്ക്ക് കഴിച്ചില്ല സാർ. വോയിസ് കറക്റ്റ് ആണോ? നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കുറെ തവണ കോണ്ടാക്ട് ശ്രമിച്ചു ബ്രോ, കിട്ടുന്നില്ല. ഹനുമ, ഹായ്. യെസ്, നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന്. നെറ്റ്വർക്ക് ഇഷ്യൂ. ചെറുത്തിട്ട് സുഖമാണോ? സുഖമാണ്. ലെനി സുഖാണ്. ഓക്കെ, കേൾക്കാന്ന് പറയുന്നുണ്ട്. രാഹുൽ വിജയ്, ഹായ് രാഹുൽ വിജയ്. ഹായ് അപ്പാനി, ഹായ്. എല്ലാവർക്കും ഹായ്. വോയിസ് ഓക്കെയാണ്. ഓക്കെ. താങ്ക് യു ബ്രോ, താങ്ക് യു. ഫരീസൻ, സുധീർ, ഹായ്. കേൾക്കുന്നുണ്ട്. അൽനാമോള് കേൾക്കുന്നുണ്ട്. ബ്രോ, എറണാകുളം എവിടെയാ വീട്? എറണാകുളം കാക്കനാട് തേലക്കിലാണ് ചേട്ടാ വീട്. നമ്മുടെ ഒരു സ്വന്തം സ്ഥാപനമുണ്ട് അവിടെ, പഞ്ചായത്ത് പൊടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ വിളിക്കാൻ നമുക്ക് നേരിട്ട് കാണാം. അടുത്ത ബേബി ചേച്ചിയുടെ പേര് രേഷ്മ. ഹായ് ശരത്തേട്ട, സുഖമാണോ? പുതിയ സിനിമ ഏതാണ്? പുതിയത് നമ്മൾ ഈ പറഞ്ഞ സിനിമ അനന്തൻകാട് അടുത്ത മാസമാണ് റിലീസ്.
ആ ഏട്ടാ നെഗറ്റീവ്സ് ഒക്കെ വരും, ഒന്നും കാര്യമാക്കണ്ട, പോസിറ്റീവായി മുന്നോട്ട് പോകുക. ആൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഹായ് ബ്രോ. ഷാഹിൽ അല്ലേ? ഹായ് ഷാഹിൽ, ഒരു റിപ്ലൈ തരാമോ? ചേച്ചിക്ക് 8 മാസമായി. എറണാകുളം മാമംഗലത്താണ് വീട്. ഞാനും അങ്ങോട്ട് പോയി. അക്ബറിനും അപ്പാനും ഇഷ്ടം. താങ്ക് യു. ഞാനും അക്ബറും കൂടെ ചേർന്നിട്ട് വരുന്നുണ്ട് ഒരു ബ്ലാസ്റ്റ് പരിപാടിയായിട്ട്. വെയിറ്റ്. ഹായ്, ഞാൻ അങ്കമാലിൽ നിന്നാണ്. അറിയോ അങ്കമാലി? പിന്നെ അങ്കമാലി അറിഞ്ഞിടാത്ത ആരാളെ കൊള്ളാം. അപ്പാനിയുടെയും അക്ബറിൻ്റെയും ഫ്രണ്ട്ഷിപ്പ് വളരെ ഇഷ്ടം. താങ്ക് യു. അതുപോലെ തന്നെ ഞാൻ അവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. മക്കളെ ഹലോ, ഹായ്, ലവ് യു കാലിക്കറ്റ്. കാലിക്കറ്റൊക്കെ നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. കാലിക്കറ്റ് എന്നല്ല, നമുക്ക് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. സന്തോഷമായിട്ട് എന്ത് സന്തോഷം, ആരും ചോദിച്ചല്ലോ. സുഖമാണ് എല്ലാവർക്കും, ആൾക്കും മക്കൾസ് എല്ലാവർക്കും സുഖമാണ്. എല്ലായിടത്തും ഫ്രണ്ട്സ് ഉണ്ട്. അഞ്ചലും, കൊല്ലത്തും, തിരുവനന്തപുരത്തും, ആയൂരും, അടൂരും, കൊട്ടാരക്കരയും, ചടയമംഗലവും, പിന്നെ അതേപോലെ മലപ്പുറവും, പാലക്കാടും, കണ്ണൂരും, കോഴിക്കോടും, തേവയ്ക്കലും കേട്ട് എല്ലായിടത്തും സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. നല്ല കോണ്ടാക്ട്സും ഉണ്ട്, നല്ല ബന്ധങ്ങളും ഉണ്ട്. അപ്പം അത് ഈ പറയുന്ന പോലെ നമ്മളെല്ലാ സ്ഥലങ്ങളിലും നാടകവും തെരുവുനാടകവും കാര്യങ്ങളൊക്കെ ചെയ്ത് കളിച്ച് നടന്നു വന്ന ഒരാളല്ലേ. വളരെ താഴെ തട്ടിൽ നിന്ന് സിനിമയിലേക്ക് എത്തിവെക്കുന്നതാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരുമായിട്ടും നല്ല ബന്ധമുണ്ട്. അത്രേ ഉള്ളൂ. ഞാൻ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നു എൻ്റെ കൊല്ലം, കൊട്ടിയം, തിരുവമ്പുഴയാണ് ഞാൻ ജനിച്ചത്. കൊല്ലത്താണ് എൻ്റെ ജന്മസ്ഥലം. ഞാൻ വളർന്നതൊക്കെ തിരുവനന്തപുരത്താണ്. പഠിച്ചത് തിരുവനന്തപുരത്തും എറണാകുളത്തും കാലടിയിലൊക്കെ ആയിട്ടാണ് പഠിച്ചത്. ചേട്ടാ കാസർഗോഡ് വന്നിട്ടുണ്ട്. ഒരുപാട് കാസർഗോഡ് കഴിഞ്ഞ ഒരു 2 കൊല്ലം മുമ്പ് കാസർഗോഡ് നമ്മുടെ സുഹൃത്തിൻ്റെ അവിടെ കോളേജ് ഇനാഗുറേഷൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ആരെയും ജിസയിൽ റിലേഷൻഷിപ്പിലാണോ അറിയില്ല പോലെ. അത് ആരുടെ അടുത്ത് ജിസയിൽ തുമ്പി ചോദിക്കേണ്ടത് ഞങ്ങളോട് ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ ബിബി7 വിന്നർ അനുമോൾ. മക്കളെവിടെ? മക്കളിവിടെ ഉണ്ട്. സാർ പോസിറ്റീവ് ഇത്തവണ നന്നായിട്ടുണ്ട്. താങ്ക് യു ചേട്ടാ. എന്നെ ഒന്ന് പോടാ ആക്കാമോ? പോടാന്ന് പറയാനായിട്ടോ? ഹായ് ചേട്ടാ, ചേച്ചി എന്നാ ഇങ്ങോട്ട് വരണേ? ആരാ ചോദിക്കില്ല? നമ്മളെ ബ്രോ എന്നെ ഒന്ന് ഫോളോ ആക്കാമോ? ഹായ് സഹൽ, ഫോളോ ആക്കാം. ദർശന, ഹായ് ദർശന. അങ്കമാലി ഡയറീസിൽ അഭിനയിച്ചിട്ട് അപ്പാനിയുടെ അഭിപ്രായം. ഈ 8 കൊല്ലമായി, 7 കൊല്ലമായി നമ്മൾ എൻ്റെ ആദ്യ സിനിമ വന്നിട്ട്. പല ആൾക്കാരും പറയുന്നുണ്ട് ഇപ്പോഴും നീ അതിൽ തന്നെ നോക്കി പിടിച്ചോണ്ടിരിക്കുകയാണ് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എനിക്കെപ്പോഴും എൻ്റെ ആദ്യ കഥാപാത്രം സ്പെഷ്യൽ